ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്, അതായത് ഞണ്ട് ബിരിയാണി. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കണ്ണുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയിട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ 2 വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടത്. അല്പം വെളിച്ചെണ്ണയിലാണ് നമ്മൾ വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ചതച്ചതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ഇനി ഇതിനായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, നല്ല എരിയുള്ള മുളകാണ് ഇടുന്നത്. മല്ലിപ്പൊടി ആവശ്യത്തിന്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി കേട്ടോ. പിന്നീട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നീട് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് മല്ലി ഇലയാണ് ചെറുതായി അരിഞ്ഞത് ഇടുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് 1/4 കിലോളം ഞണ്ട് നല്ല കിഴുകി വൃത്തിയാക്കി നന്നാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടി പിടിക്കാതിരിക്കാനായിരുന്നു മസാല. ഇനി നമുക്ക് ഇത് വേവുന്ന സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാം, ജാതിക്ക ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളടുത്ത് ഏതൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 5 ഗ്ലാസ് കൈമ അരിയാണ് ഇടുന്നത്. ഞാൻ കൈമ അരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ജീരകശാലയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും. നമുക്ക് ഈ അരി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒരു 7 ഗ്ലാസ് വെള്ളം, ചൂട് വെള്ളം, കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 5 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഫുൾ നാരങ്ങേൻ്റെ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ അതാ നമ്മുടെ ചോറ് ഇവിടെ മുക്കാലും വെന്ത് നല്ല ഭംഗിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനേൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് ചോറ് മാറ്റി വെക്കണേ. ഇപ്പം നമ്മൾ പകുതി ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഫുൾ ഞണ്ട് വേവിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ദം ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ചോറ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ ഉള്ളിയും പിന്നെ മുന്തിരിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചതായിരുന്നു അത്. അതുപോലെ ഞാൻ ഇതിൻ്റെ മുകളിൽ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. കാരയ്ക്കോ പൈനാപ്പിളോ എന്താ വെച്ചാൽ ഒരു മധുരം, ജസ്റ്റ് ഇങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു മധുരം കടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം ഇട്ട് നന്നായി ഒന്ന് അമർത്തി ബേക്ക് കേട്ടോ ബിരിയാണി. എന്നിട്ട് നമ്മൾ 1 സ്പൂണോളം നെയ്യും കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെക്കുന്ന ദം ചെയ്യാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമ്മൾ ബിരിയാണി തുറന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മളെ കിടില ഞണ്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നാളെ വേറെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.